നമസ്കാരം. ഫ്രണ്ട്ലി പ്രസൻസ് EMT ന്യൂസ് ടുഡേ. പ്രധാന വാർത്തകൾ. വിസ കച്ചവടം വിദേശ തൊഴിലാളികളുടെ ഒഴുക്കിനിടയാക്കുന്നുവെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം. വിസ കച്ചവടം അടക്കമുള്ള നിഷേധാത്മക പ്രവണതകൾ തൊഴിൽ വിപണിയിലെ സന്തുലനം തകർക്കുകയും സൗദിവൽക്കരണ ശ്രമങ്ങൾക്ക് പ്രതിബന്ധം സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വിസ കച്ചവടം തൊഴിൽ വിപണിയിലെ പലവിധ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നു. യഥാർത്ഥ ആവശ്യമില്ലാത്ത തൊഴിലാളികളുടെ ഒഴുക്കിന് വിസ കച്ചവടം കാരണമാകുന്നു. വിസ കച്ചവടത്തിലൂടെ എത്തുന്ന തൊഴിലാളികൾ പ്രത്യേകം നിർണയിച്ച തൊഴിലുകൾ നിർവഹിക്കുന്നതിനല്ല രാജ്യത്തിലേക്ക് വരുന്നത്. ഇതിനു പുറമെ വിസ കച്ചവടം സൗദി അറേബ്യയ്ക്ക് അപകീർത്തിയുണ്ടാക്കുകയും ചെയ്യുന്നു. സൗദിവൽക്കരിച്ച തൊഴിലുകളിൽ ചില വിദേശികൾ ജോലി ചെയ്യുന്നതും തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം നേരിടുന്ന പ്രശ്നമാണ്. നിശ്ചിത ശതമാനം സൗദിവൽക്കരണം പാലിച്ചിട്ടുണ്ടെന്ന് സ്ഥാപിക്കുന്നതിന് ചില തൊഴിലുടമകൾ വ്യാജ സൗദിവൽക്കരണം ആശ്രയിക്കുകയാണ്. സൗദി പൗരന്മാരുടെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരായി വ്യാജമായി രജിസ്റ്റർ ചെയ്താണ് തൊഴിലുടമകൾ തട്ടിപ്പുകൾ നടത്തുന്നത്. സൗദിവൽക്കരിച്ച തൊഴിലുകളിൽ വിദേശികളെ ജോലിക്ക് വെച്ചും ചില തൊഴിലുടമകൾ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. ഇത്തരം നിഷേധാത്മക പ്രവണതകൾ ഇല്ലാതാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. ഈ രംഗത്ത് എല്ലാവരും തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയവുമായി സഹകരിക്കണമെന്നും മന്ത്രാലയം റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ടുഡേ, റിയാദ്. സൗദി ചൈന ബന്ധം ദൃഢമാക്കി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ സന്ദർശനം. ഊർജം, വാണിജ്യം, നിക്ഷേപം അടക്കമുള്ള മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനുള്ള കരാറുകളും ധാരണാപത്രങ്ങളും ഒപ്പുവെച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും നടത്തിയ ചർച്ചയിലും പരസ്പര സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന് ധാരണയായി. ബീജിംഗിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിളിൽ വെച്ചാണ് പ്രസിഡന്റും കിരീടാവകാശിയും കൂടിക്കാഴ്ച നടത്തിയത്. ഉഭയകക്ഷി ബന്ധവും സഹകരണവും മേഖലയിലെയും ആഗോളതലത്തിലെയും പുതിയ സംഭവ വികാസങ്ങളും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടത്തുന്ന ശ്രമങ്ങളും ചൈനീസ് പ്രസിഡന്റും കിരീടാവകാശിയും വിശകലനം ചെയ്തു. സാമ്പത്തിക മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏകോപനം ഫലപ്രദമാണെന്നും കിരീടാവകാശി പറഞ്ഞു. കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം 32% തോതിൽ വർദ്ധിച്ചു. ഇരു രാജ്യങ്ങൾക്കും പരസ്പര സഹകരണത്തിന് വലിയ അവസരങ്ങളുണ്ട്. ചൈനീസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ച സിൽക്ക് റൂട്ട് പദ്ധതിയുടെ പ്രധാന ഭാഗമാണ് അറേബ്യൻ ഉപദ്വീപ്. രണ്ടു രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ നേരിടുന്നതിനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സൗദി അറേബ്യ ആഗ്രഹിക്കുന്നു. അറേബ്യൻ ഉപദ്വീപിലെ നിവാസികളും ചൈനക്കാരും തമ്മിലുള്ള ബന്ധത്തിന് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ടെന്നും മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പറഞ്ഞു. സമീപകാലത്തായി പൊതു താൽപര്യമുള്ള മേഖല ആഗോള പ്രശ്നങ്ങളിൽ സൗദി അറേബ്യയും ചൈനയും തമ്മിൽ ശക്തമായ ഏകോപനം തുടരുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കരുത്താർജിച്ചു വരികയാണെന്നും ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു. സൗദി ചൈന ഉന്നതതല ജോയിന്റ് കമ്മിറ്റി രൂപീകരിച്ചതും കമ്മിറ്റി നടത്തുന്ന പ്രവർത്തനങ്ങളും പ്രശംസനീയമാണെന്നും ഷീ ജിൻപിങ് പറഞ്ഞു. മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ബഹുമാനാർത്ഥം ചൈനീസ് പ്രസിഡന്റ് ഒരുക്കിയ ഉച്ചവിരുന്നിലും കിരീടാവകാശിയും സംഘവും പങ്കെടുത്തു. ഇന്ത്യ പാക് തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന നിലപാടിൽ ഉറച്ച് സൗദി അറേബ്യ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പക്ഷം ചേരില്ലെന്നും പ്രശ്നപരിഹാര ചർച്ചകളിൽ ആവശ്യമായ പിന്തുണ നൽകാൻ ഒരുക്കമാണെന്നും സൗദി നേതൃത്വം ഇരു രാജ്യങ്ങളെയും അറിയിച്ചു. പുൽവാമ തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സൗദി കിരീടാവകാശി ഷൈഖ് മുഹമ്മദ് ബിൻ സൽമാന്റെ പാകിസ്ഥാൻ ഇന്ത്യ സന്ദർശനം. രണ്ടിടങ്ങളിലും തീവ്രവാദത്തിന്റെ എല്ലാ ചേരുവകൾക്കെതിരെയും സന്ധിയില്ലാ പോരാട്ടം ആവശ്യമാണെന്ന് സൗദി കിരീടാവകാശി വ്യക്തമാക്കാൻ മറന്നില്ല. രണ്ട് രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനും വൻതുകയുടെ നിക്ഷേപം നടത്താനും സൗദി തീരുമാനിക്കുകയും ചെയ്തു. ഏഷ്യയിലെ പ്രബല ആണവ ശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും സൗദി കിരീടാവകാശി ആവശ്യപ്പെട്ടതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ സന്ദർശന വേളയിൽ ഇന്ത്യക്ക് അനുകൂലമായി ശക്തമായ നിലപാട് കിരീടാവകാശി സ്വീകരിച്ചില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതേക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ സൗദി അധികൃതർ തയ്യാറായില്ല. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള നല്ല ബന്ധം അരക്കിട്ടുറപ്പിക്കുന്നതിൽ ഇരു രാജ്യങ്ങളിലും നടത്തിയ കിരീടാവകാശിയുടെ സന്ദർശനം വലിയ മുതൽക്കൂട്ടായെന്നാണ് സൗദി അറേബ്യയുടെ വിലയിരുത്തൽ. ന്യൂസ് ടുഡേ, റിയാദ്. സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഉന്നതതല കമ്മിറ്റി സ്ഥാപിക്കാൻ ഉന്നതാധികൃതർ നിർദ്ദേശം നൽകി. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അധ്യക്ഷനായ
സാമൂഹിക വികസന സമിതിക്ക് കീഴിലെ 17 സർക്കാർ വകുപ്പുകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി കമ്മിറ്റി സ്ഥാപിക്കാനാണ് നിർദ്ദേശം. മന്ത്രിസഭയ്ക്ക് കീഴിലെ എക്സ്പേർട്സ് കമ്മീഷൻ പ്രസിഡന്റ് അധ്യക്ഷനായ കമ്മിറ്റിയിൽ ലോക്കൽ കണ്ടന്റ് ആൻഡ് ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് അതോറിറ്റി പ്രസിഡന്റ്, സൗദി അറേബ്യൻ ജനറൽ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഗവർണർ, സൗദി കസ്റ്റംസ് ഗവർണർ, അസിസ്റ്റന്റ് വാണിജ്യ നിക്ഷേപ മന്ത്രി, അസിസ്റ്റന്റ് ധനമന്ത്രി, അസിസ്റ്റന്റ് സാമ്പത്തിക ആസൂത്രണ മന്ത്രി എന്നിവരും ഊർജ, വ്യവസായ, ആരോഗ്യ, മുനിസിപ്പൽ, ടെലികോം, IT, തൊഴിൽ, സാമൂഹിക വികസന, ഗതാഗത, വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിൽ നിന്നും, തുറമുഖ അതോറിറ്റിയിൽ നിന്നും, കയറ്റുമതി വികസന അതോറിറ്റിയിൽ നിന്നും, പ്രൈവറ്റ് സെക്ടർ ഇംപ്രൂവിംഗ് ബിസിനസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നുമുള്ള ഉന്നതതല പ്രതിനിധികളും അംഗങ്ങളാണ്. സ്വകാര്യ മേഖലകൾ നേരിടുന്ന വെല്ലുവിളികൾ വിശകലനം ചെയ്യുന്നതിന് ചേരുന്ന യോഗങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്നതിന് വിദഗ്ധരെയും ബന്ധപ്പെട്ടവരെയും ക്ഷണിക്കുന്നതിനും സബ് കമ്മിറ്റികൾ സ്ഥാപിക്കുന്നതിനും കമ്മിറ്റിക്ക് അനുവാദമുണ്ട്. വിഷൻ 2030 പദ്ധതിക്ക് അനുസൃതമായി സ്വകാര്യ മേഖലയുടെ വളർച്ചയ്ക്കാണ് സർക്കാർ ശ്രമിക്കുന്നത്. ന്യൂസ് ടുഡേ, റിയാദ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഈ വർഷത്തെ നാരി ശക്തി പുരസ്കാരം സൗദിയിലെ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തക മഞ്ജു മണിക്കുട്ടന്. 1 ലക്ഷം രൂപയും ഫലകവുമാണ് സമ്മാനമായി ലഭിക്കുന്നത്. ഡൽഹിയിൽ വെച്ച് മാർച്ച് 8-ന് രാഷ്ട്രപതിയാണ് അവാർഡ് സമ്മാനിക്കുന്നത്. കേന്ദ്രമന്ത്രി സുഷമ സ്വരാജാണ് മഞ്ജുവിന്റെ പേര് അവാർഡിനായി നിർദ്ദേശിച്ചത്. സ്ത്രീകളുടെ ഉന്നമനത്തിനും പുനരുദ്ധാരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് എല്ലാ വർഷവും കൊടുക്കുന്ന അവാർഡാണ് നാരി ശക്തി പുരസ്കാരം. സൗദി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മഞ്ജു മണിക്കുട്ടൻ അന്തരിച്ച സഫിയ അജിദ് നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയായിട്ടാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായത്. പ്രവാസത്തെത്തി കുടുക്കിൽപ്പെടുന്ന നിരവധി സ്ത്രീകളുടെ വിഷയങ്ങളാണ് മഞ്ജു മണിക്കുട്ടൻ പരിഹരിച്ചിട്ടുള്ളത്. മഞ്ജുവിന് ലഭിച്ച അംഗീകാരം പ്രവാസ ലോകം വളരെ സന്തോഷത്തോടെയാണ് വരവേറ്റത്. ഇതിനു മുമ്പ് പ്രവാസ ലോകത്തു നിന്നും പുറത്തുനിന്നുമായി ദേശീയ, അന്തർദേശീയ അവാർഡുകളും ഫ്രണ്ട്സ് ക്രിയേഷൻസ്, KSA അങ്കണ, സ്ത്രീ ശാക്തീകരണ അവാർഡ് തുടങ്ങിയവയും സ്വന്തമാക്കിയിട്ടുണ്ട്. നവയുഗവും ഭർത്താവ് മണിക്കുട്ടനും മക്കളും എല്ലാവരും പൂർണ്ണ പിന്തുണയാണ് മഞ്ജുവിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകി വരുന്നത്. ന്യൂസ് ടുഡേ, ദമാം. മിഫ ചാമ്പ്യൻസ് ലീഗ് 2ാം വാരത്തിൽ അൽ നഹാസ്, ടീം സ്റ്റാർ അസ്ഹരി എന്നിവർക്ക് വിജയത്തുടക്കം. വിജയ ഗോൾ നേടിയ അൽ നഹാസിന്റെ റഫീഖിനെ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തു. മിഫ ചാമ്പ്യൻസ് ലീഗിൽ 2ാം വാരത്തിലെ ആദ്യ മത്സരത്തിൽ ഗ്രൂപ്പ് എയിൽ അൽ നഹാസ് FC 1-നെതിരെ 2 ഗോളുകൾക്ക് സിറ്റി ബ്രദേഴ്സിനെ തോൽപ്പിച്ചു. 2ാം മത്സരത്തിൽ ഗ്രൂപ്പ് ബിയിൽ 7 സ്റ്റാർ മദീന, യുണൈറ്റഡ് മദീന ഓരോ ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. 7 സ്റ്റാർ മദീനയുടെ നിയാസിനെ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തു. 3ാം മത്സരത്തിൽ ഗ്രൂപ്പ് എയിലെ വാശിയേറിയ പോരാട്ടത്തിൽ ചങ്സ് മദീന ബ്ലാസ്റ്റേഴ്സ് FC മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരട്ട ഗോൾ നേടിയ ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഫായിസിനെ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തു. 4ാം മത്സരത്തിൽ ഗ്രൂപ്പ് ബിയിൽ ടീം സ്റ്റാർ അസ്ഹരി ഏകപക്ഷീയമായി 1 ഗോളിന് ഗാലിദിയ ബോയ്സിനെ പരാജയപ്പെടുത്തി. സ്റ്റാർ അസ്ഹരിയുടെ റംഷാദിനെ കളിയിലെ കേമനായി തെരഞ്ഞെടുത്തു. മിഫ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ട്രോഫി മുഖ്യ സ്പോൺസർ അൽ നഹാസ് ഫാർമസി മാനേജർ ജലീൽ മിഫയ്ക്ക് കൈമാറി. അൽ നഹാസ് ഫാർമസി സമ്മാനിക്കുന്ന വിന്നേഴ്സ് ട്രോഫിയും മലബാർ ഗോൾഡ് സമ്മാനിക്കുന്ന റണ്ണേഴ്സ് ട്രോഫിയും ഗ്രൗണ്ടിൽ പ്രകാശം ചെയ്തു. ന്യൂസ് ടുഡേ, മദീന. തായ്വാന്റെ ദേശീയ വിമാന കമ്പനിയായ ചൈന എയർലൈൻസിന്റെ ബോയിംഗ് 747 വിമാനം പറത്തുന്നതിനിടെ മുതിർന്ന പൈലറ്റ് കോക്പിറ്റിലിരുന്ന് ഉറങ്ങിത്തൂങ്ങുന്ന വീഡിയോ വൈറലായി. കോ പൈലറ്റ് റെക്കോർഡ് ചെയ്ത വീഡിയോ പുറത്തായതോടെ 20 വർഷം വിമാനം പറത്തി അനുഭവ സമ്പത്തുള്ള പൈലറ്റിനെ കമ്പനി ശിക്ഷിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾക്കെതിരായ ഈ ഉറക്കത്തിൽ നിന്നും പൈലറ്റിനെ വിളിച്ചുണർത്താതിരുന്ന കുറ്റത്തിന് കോ പൈലറ്റിനെതിരെയും നടപടിയുണ്ടായി. കൈകൾ മടിയിൽ പൂഴ്ത്തിവെച്ച് സുഖമായി പൈലറ്റ് ഉറങ്ങിത്തൂങ്ങുന്ന ദൃശ്യം എല്ലാവരും കണ്ടെങ്കിലും വിമാനം പറക്കുന്നതിനിടെ ഈ ഉറക്കം എത്ര നേരം നീണ്ടുപോയി എന്ന് വ്യക്തമല്ല. സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതിന് പൈലറ്റിനും കോ പൈലറ്റിനുമെതിരെ ചൈന എയർലൈൻസ് അച്ചടക്ക നടപടി സ്വീകരിച്ചെന്ന് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കുന്നതും പുതുക്കുന്നതും അടക്കം എംബസി സേവനങ്ങൾക്ക് അപേക്ഷ നൽകേണ്ടതും ഇനി ഓൺലൈനിൽ മാത്രം.
അടുത്ത ആഴ്ച മുതൽ ഓൺലൈൻ വൽക്കരണം നടപ്പാക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. എല്ലാ ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും പാസ്പോർട്ട് സേവാ കേന്ദ്രം തുടങ്ങുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതനുസരിച്ച് ആദ്യഘട്ടമെന്ന നിലയിൽ USA, UK, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളെയും കോൺസുലേറ്റുകളെയും കേന്ദ്രീകരിച്ചാണ് നടപടികൾ തുടങ്ങിയത്. സൗദിയിൽ VFSുമായി സഹകരിച്ച് 2 ആഴ്ച മുമ്പേ നടപടികൾ ആരംഭിക്കുകയും കഴിഞ്ഞ ആഴ്ച മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു. ഓർഡിനറി പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സറണ്ടർ, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്നിവയ്ക്ക് അപേക്ഷിക്കുന്നതിനാണ് ഓൺലൈനിൽ സൗകര്യമുള്ളത്. നാട്ടിലുള്ളതുപോലെ സേവാകേന്ദ്ര സേവനങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതില്ലെങ്കിലും VFSന്റെ സൈറ്റിൽ സൗജന്യമായി അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. ന്യൂസ് ടുഡേ, റിയാദ്. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ തീപിടുത്തം. താഴത്തെ നിലയിലെ ജനറേറ്റർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. പെരിന്തൽമണ്ണ നഗരമധ്യത്തിലാണ് ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. താഴത്തെ നിലയിലെ ജനറേറ്റർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സ് എത്തി അരമണിക്കൂറിനുള്ളിൽ തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. തീപിടുത്തമുണ്ടാകുമ്പോൾ ആശുപത്രിയിൽ 100-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. തീ പടരാനുള്ള സാധ്യത കണക്കിലെടുത്ത് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഉടനെ മാറ്റിയിരുന്നു. മലപ്പുറത്തു നിന്നും മഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും. ന്യൂസ് ടുഡേ, കേരളം.